നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോടതിക്കും അഭിഭാഷകർക്കും പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ദേവികുളം ബാർ അസോസിയേഷൻ. അഭിഭാഷക സംഘടന രംഗത്തെത്തിയത് മറയൂർ DFO PJ സുഹൈബ്, റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെ. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി മറയൂർ നാച്ചുവേൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് വീണ് പരിക്കേറ്റു. പരിക്കേറ്റത് പൂപ്പാറയിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന തമിഴ്നാട് സ്വദേശി അന്തോണിക്ക്. അന്തോണി കാട്ടാനയെ കണ്ട് ഭയന്നോടിയത് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ കോരംപാറയിൽ വെച്ച. ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തലവൻ IG K സേതുരാമൻ ചൊക്രമുടിയിൽ സന്ദർശനം നടത്തി. കയ്യേറ്റ ഭൂമിയിലെത്തിയ അദ്ദേഹം ഗോത്ര നേതാക്കളുമായി സംസാരിച്ചു. റവന്യൂ വകുപ്പിന്റെ വിചാരണ പൂർത്തിയായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് IG. കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. പാർക്കിന്റെ നിർമ്മാണം നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ദേശീയപാതയോരത്ത് കൂമ്പൻപാറയിൽ. പദ്ധതി നടപ്പിലാക്കുക പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കോടതിക്കും അഭിഭാഷകർക്കും പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ദേവികുളം ബാർ അസോസിയേഷൻ രംഗത്ത്. മറയൂർ DFO PJ സുഹൈബ്, റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെയാണ് അഭിഭാഷക സംഘടന രംഗത്തെത്തിയത്. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി മറയൂർ നാച്ചുവേൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളും രംഗത്തെത്തി. മറയൂർ DFO PJ സുഹൈബ്, റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെയാണ് അഭിഭാഷക സംഘടന രംഗത്തെത്തിയിട്ടുള്ളത്. കോടതി ഉത്തരവുകൾ സംബന്ധിച്ച് പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇരുവരും ശ്രമിക്കുന്നുവെന്നാണ് അസോസിയേഷന്റെ ആരോപണം. കോടതിയെയും നിയമസഹായം നൽകുന്ന അഭിഭാഷകരെയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുകയാണ്. മറയൂർ നാച്ചുവേൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസനുസരിച്ച് മറയൂർ സ്വദേശികളായ 6 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 3 പ്രതികൾ കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. 3 പേരെ തെളിവെടുപ്പിനായി തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നതിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാതെ നാച്ചുവേൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച DFO, റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നും അസോസിയേഷൻ നേതൃത്വം ആരോപിച്ചു. പ്രതികൾക്ക് മർദ്ദനമേറ്റതായി സബ് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി. ഇതനുസരിച്ച് കോടതി DFO, റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെ 3 കേസുകളെടുത്തിട്ടുണ്ട്. പ്രതികളുടെ കേസ് ഏറ്റെടുത്ത അഭിഭാഷകന് കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയാണെന്നും മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്ത നൽകിയെന്നും അസോസിയേഷൻ പറഞ്ഞു. ആ രേഖകൾ അനുസരിച്ച് തന്നെ കോടതി നടപടികളിൽ പ്രത്യേകമായ ഇൻവോൾവ്മെന്റ് ഇല്ല. ഏത് പരാതിക്കാരനും കോടതിയിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു കഴിഞ്ഞാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴമ്പുണ്ടെങ്കിലും കോടതികൾക്ക് കേസെടുക്കും. നിയമാനുസരണ നടപടികൾ പൂർത്തീകരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് മെഡിക്കൽ സഹായം അവർക്ക് ഏത് രീതിയിൽ നൽകണമോ ആ രീതിയിൽ നൽകി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളും വാങ്ങിയതിന് ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ CC 612 2024, 613, 614 എന്ന 3 കേസുകൾ രജിസ്റ്റർ ചെയ്യും. പ്രാഥമികമായി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി അവർക്ക് സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതിയിൽ നിന്നും എടുത്തിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ രേഖകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അറസ്റ്റ് ചെയ്ത മുതൽ അവരെ തിരികെ ഹാജരാക്കുന്നത് മുതൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങി കൊണ്ടുപോയത് മുതൽ ഉള്ള എല്ലാ അന്വേഷണ സംഭവങ്ങളെ സംബന്ധിച്ചും ഈ രേഖകൾ പരാമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നിയമാനുസരണം സർട്ടിഫൈഡ് കോപ്പി എടുത്ത് അതിൻ്റെ പകർപ്പുകളാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അതേസമയം നാച്ചുവേൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച മർദ്ദനമേറ്റെന്ന പരാതിയുമായി മറയൂർ സ്വദേശികളും രംഗത്തെത്തി. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തങ്ങൾ മർദ്ദനത്തിന് ഇരയായതായി മൊഴി നൽകിയിരുന്നെന്നും ഇവർ പറഞ്ഞു. കസ്റ്റഡി എടുത്ത് ഇവര് ചെന്നൈയും തഞ്ചാവൂരും കൊണ്ടുപോയി തെളിവെടുപ്പിനാന്ന് പറഞ്ഞ് കസ്റ്റഡി എടുത്തിട്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പായ എടുത്തവര് കോടതി മുമ്പേ എടുത്ത് കോടതി കസ്റ്റഡി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും APP സാർ പറഞ്ഞിട്ട് കസ്റ്റഡി കൊടുത്ത് ഇവർ കൊണ്ടുപോയി ഞങ്ങളെ
കൊണ്ടുപോയി ഇപ്പോൾ എവിടെ ചെന്നൈയും കൊണ്ടുപോയില്ല, തഞ്ചാവൂർ എവിടെയും കൊണ്ടുപോയില്ല. സെല്ലിൽ തന്നെ ഇട്ട് ഞങ്ങളെ സെല്ലിൽ മൊത്തം വെള്ളം ഒഴിച്ചിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു. ഞങ്ങളെ ഒത്തിരി മർദ്ദിക്കുമായിരുന്നു. മുളക് പൊടി വരെ സ്വകാര്യ ഭാഗത്ത് എവിടെയൊക്കെ തേക്കാൻ പറ്റുമോ അവിടെയൊക്കെ മുളക് പൊടി തേച്ച് അവിടുത്തെ രോമത്തേക്ക് പിടിച്ച് വലിച്ച് ഒത്തിരി പറഞ്ഞാൽ വീട്ടിലുള്ള അവരുടെ DFO സാറെന്ന് പറയുന്ന DFO സാറിന്റെ മോളിന്റെ പ്രായമേ എന്റെ ഭാര്യയ്ക്കൊക്കെ. എന്റെ ഭാര്യയെ വരെ ഒരു ചെവി കൊണ്ട് കേൾക്കാത്ത രീതിക്കൊക്കെ അവർ പറഞ്ഞ, കൂടെ കിടക്കുന്ന രീതിക്ക് വരെ അവർ വിളിച്ച് പറഞ്ഞ. എന്നിട്ട് ആ പൈസക്ക് ഇപ്പം എന്നെ ജാമ്യം എടുത്തോളാൻ പറഞ്ഞ് അത്രയും ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ച് ഇത്രയും നാശമാക്കി. കേസ് നടപടികളെല്ലാം തുറന്ന കോടതിയിലാണ് നടന്നത്. കോടതിയുടെയും അഭിഭാഷകന്റെയും നടപടികളിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. കോടതി നടപടികളിൽ എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുകയാണ് വേണ്ടതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് വീണ് പരിക്കേറ്റു. പൂപ്പാറയിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന തമിഴ്നാട് സ്വദേശി അന്തോണിക്കാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ കോരമ്പാറയിൽ വെച്ചാണ് അന്തോണി കാട്ടാനയെ കണ്ട് ഭയന്നോടിയത്. പൂപ്പാറയിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന തമിഴ്നാട് സ്വദേശി അന്തോണിക്കാണ് പരിക്കേറ്റത്. അന്തോണിക്കൊപ്പം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇവരും ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ വീണ അന്തോണിക്ക് പരിക്കേൽക്കുകയായിരുന്നു. അന്തോണിയുടെ ഇടത് കാലിനും ഇടത് ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട്. പൂപ്പാറയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അന്തോണിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാട്ടാനക്കൂട്ടത്തോടൊപ്പം ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഉള്ളതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു. കാട്ടാനകൾ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജീവൻ ഭയന്നാണ് മേഖലയിലെ തൊഴിലാളികൾ ജോലിക്കായി എത്തുന്നത്. ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തലവൻ IG K സേതുരാമൻ ചൊക്രമുടിയിൽ സന്ദർശനം നടത്തി. കയ്യേറ്റ ഭൂമിയിലെത്തിയ അദ്ദേഹം ഗോത്ര നേതാക്കളുമായി സംസാരിച്ചു. റവന്യൂ വകുപ്പിന്റെ വിചാരണ പൂർത്തിയായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദിവാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായതായി IG K സേതുരാമൻ പറഞ്ഞു. ചൊക്രമുടി, പരുന്തുംപാറ എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ചൊക്രമുടിയിലെ കയ്യേറ്റങ്ങളിൽ നിലവിൽ നടക്കുന്ന റവന്യൂ വകുപ്പിന്റെ വിചാരണ പൂർത്തിയായാൽ കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും IG K സേതുരാമൻ പറഞ്ഞു. ഇത് കയ്യേറ്റങ്ങൾ വ്യാപകമായിരിക്കുന്ന ഒരു സംശയം വേണ്ട. അടുത്ത കാലത്ത് ഉണ്ടായ കയ്യേറ്റങ്ങളാണ്. ഇപ്പോൾ ചൊക്രമുടി പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ആദിവാസികളിലെ പാരമ്പര്യമായിട്ടുള്ള ഭൂമികൾക്ക് മുഴുവൻ കയ്യേറ്റമായിരിക്കുന്നു. നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക്. അതനുസരിച്ചുള്ള ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഹിയറിംഗ് അവസാനം നമ്മൾ ഏതായാലും ഈ ഇതിനെതിരായിട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കും. ഒന്ന്, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് സർക്കാർ ഭൂമി, അതായത് പൊതുസമ്പത്തുകൾ, ഈ പുഴയും മലയും ഇതൊക്കെ നമ്മുടെ പൊതുസമ്പത്താണ്. ഇത് ഇല്ലാതെ പോകുന്ന അവസ്ഥയിലാണ് ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ സ്വത്തായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക, സർക്കാർ ഭൂമി കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അശാസ്ത്രീയമായത്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം എന്ന് പറയാൻ സാധിക്കില്ല. ആ രീതിക്കാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഒരുപാട് ഇതിനെ ഉടനടി തന്നെ നമുക്ക് ആക്ഷൻ എടുക്കണം. ആ രീതിക്കാണ് നമ്മൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പരുന്തുംപാറ റിപ്പോർട്ടും നമ്മൾ കൊടുത്തു. ഇനി അടുത്ത ചുക്കരമുടി ഹിയറിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത് കഴിഞ്ഞ ശേഷം അടുത്ത നമ്മൾ നിയമനോട് ചോദിക്കും. ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരും. മൂന്നാർ മേഖലയിലെ മറ്റു കയ്യേറ്റങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും. കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. ദേശീയപാതയോരത്ത് കുമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും മാനസികോല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച് പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂമ്പൻപാറ പൊതു ശാന്തി കവാടത്തിന് സമീപത്തുള്ള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കുട്ടികളുടെ പാർക്ക് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആലോചിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു താല്പര്യപത്രം ക്ഷണിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് പാർക്ക് നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി പത്രത്തിൽ നമ്മൾ പരസ്യം നൽകുകയും 9-ാം തീയതി 2 മണി വരെയാണ് താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ ഭാഗവാക്കായതുകൊണ്ട് അത് അതിന്റെ പാർക്കിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവാം. അത് ഈ വരുന്ന 9-ാം തീയതി 2 മണി വരെയാണ് അതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്.
അതിനുശേഷം കൂടുന്ന കമ്മിറ്റി ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടുകൂടി പാർക്ക് നിർമ്മിക്കുവാനുള്ള സാഹചര്യമാണ് ആലോചിക്കുന്നത്. നമ്മുടെ മേഖലയിലെ NH-മായി ബന്ധപ്പെട്ടുകൊണ്ടും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മൂന്നാറുമായി ബന്ധപ്പെട്ടുകൊണ്ടും വരുന്ന ഗസ്റ്റ് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത് മനോഹരമായ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടവും ഗുഹയും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുവാനും അത് കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമാക്കാനുള്ള സാഹചര്യമുണ്ട്. ഏജൻസികളും അതുപോലെ വ്യക്തികളോ ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഭാഗവാക്കായി മുന്നോട്ട് വരാമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരെയും സ്നേഹ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പദ്ധതിയുടെ നിർമ്മാണം, നടത്തിപ്പ്, പരിപാലനം തുടങ്ങിയവ നടത്തുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും പഞ്ചായത്ത് താൽപ്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 9 താൽപ്പര്യപത്രം സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി. ദേശീയപാതയോരത്ത് കൂമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗിയാർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ. ദേശീയപാതയിലൂടെ എത്തുന്ന വിനോദസഞ്ചാരികളെയും ഇത് ആകർഷിക്കാനാകും. കട്ടപ്പനയിൽ നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മുളങ്ങാശ്ശേരി സാബുവിന്റെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിങ്കളാഴ്ച സന്ദർശിക്കും. സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സന്ദർശനമെന്ന് നേതാക്കൾ പറഞ്ഞു. നിക്ഷേപ തുക തിരിച്ചു കിട്ടാതിനെ തുടർന്ന് ജീവനൊടുക്കിയ മുളങ്ങാശ്ശേരി സാബുവിൻ്റെ വസതിയിൽ നാളെ ശ്രീ രമേശ് ചെന്നിത്തല എത്തിച്ചേരും. അദ്ദേഹത്തെ സാബുവിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കും. സാബുവിൻ്റെ കുടുംബത്തിനും നീതി കിട്ടണം എന്നാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പും അതുപോലെ തന്നെ ശബ്ദ സന്ദേശവും എല്ലാവരുടെയും കൈവശമുണ്ട്. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ പന്താടുകയാണ് ചെയ്തത്. അഭിമാനമാണ് ജീവനേക്കാൾ പ്രധാനം എന്ന് ധരിച്ച് അഭിമാനത്തിന് വേണ്ടി ജീവനൊടുക്കിയ സാബുവിൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവർ നടപടി സ്വീകരിക്കണം എന്നതാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അതനുസരിച്ചുള്ള സമരപരിപാടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല നാളെ എത്തിച്ചേരുന്നത്. ഇരട്ടിയാർ നാലുമുക്കിൽ നവീകരിച്ച യുവശക്തി ക്ലബ് കെട്ടിടത്തിന്റെയും നാലുമുക്ക് കറ്റ്യാമല റോഡിന്റെയും ഉദ്ഘാടനവും ചീരംകുന്നിൽപ്പടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. നാലുമുക്കിന്റെ സാംസ്കാരിക സാന്നിധ്യമായ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരണത്തിന്റെ 5 പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കുകയാണ്. കുടിയേറ്റ കാലത്തെ കഠിനാധ്വാനങ്ങൾക്ക് ആശ്വാസമായി സ്ഥാപിച്ച ക്ലബിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത്. നവീകരിച്ച യുവശക്തി ക്ലബ് കെട്ടിടത്തിന്റെയും നാലുമുക്ക് കറ്റ്യാമല റോഡിന്റെയും ഉദ്ഘാടനവും ചീരംകുന്നിൽപ്പടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനവുമാണ് ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചത്. ഇവിടെ ഈ ജില്ലയിൽ താമസിക്കുന്ന ആളുകളെ സാക്ഷാൽ ദൈവം തമ്പുരാൻ നിരൂപിച്ചാൽ പോലും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? പോവുക നടക്കുകയില്ല. ഇവിടെ വന്നു തന്നെ ഇരുന്നത് തന്നെയാണ്. ഇവിടെ മുഴുവൻ ഒഴിപ്പിക്കണോ? ഒഴിപ്പിക്കാം. 10,000 കോടി രൂപയുടെ നഷ്ടവും കൊടുക്കേണ്ടി വരും, പകരം ഭൂമിയും കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് ആവശ്യം വന്നപ്പോൾ ഒഴിപ്പിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയാണ്? നമ്മുടെ ആവശ്യം, നാടിൻ്റെ ആവശ്യമില്ലേ? അതുകൊണ്ട് ഈ സൂത്രപ്പണിയൊന്നുമില്ല. അന്ന് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സൂത്രപ്പണിയുണ്ട്, ഇതെല്ലാം ഇട്ടതാണ്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും 2023-24 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ മികവ് പുലർത്തിയവരെയും അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ മാത്യു, നാലുമുക്ക് ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ തോമസ് കൊള്ളിക്കുളവിൽ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, PV ഷാജി, റെജി വർഗീസ്, PS തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോമഡി ഉത്സവം ഫെയിം രാജേഷ് ലാൽ നയിച്ച മ്യൂസിക് നൈറ്റും നടന്നു.
ഇടത് സർക്കാരിന്റെ വനനിയമ ഭേദഗതി ബില്ലിനും CHR ഉൾപ്പെടെയുള്ള ഭൂനിയമങ്ങൾക്കുമെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി UDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി 6-ാം തീയതി രാവിലെ 10 മുതൽ ജനകീയ വിചാരണ സദസ്സും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനും അർഹിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടതിന് പകരം കർഷകർക്ക് ദോഷകരമായ ബില്ല് അവതരിപ്പിച്ച കർഷകരെ ദ്രോഹിക്കുന്ന നയം തിരുത്തണമെന്നും വനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ അറിവോടെ ഇറക്കിയ ബില്ല് കർഷകരെ സ്വന്തം ഭൂമിയിൽ നിന്നും കുടിയിറക്കാനുള്ള നീക്കമാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ ബില്ല് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയായിരിക്കുന്ന റൂഷി അഗസ്റ്റിനും അറിഞ്ഞുകൊണ്ടാണ് ഇറക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 3 കൊല്ലമായി കുത്തകപ്പാട്ടം പുതുക്കാനായിട്ട് ആളുകൾക്ക് കഴിയുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾക്കാണ് കുത്തകപ്പാട്ട ഭൂമിയിൽ പാട്ടം പുതുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. പാട്ടം പുതുക്കി കൊടുക്കാത്തതുകൊണ്ട് കുത്തകപ്പാട്ട ഭൂമികളുടെ മുഴുവൻ അവകാശം എന്ന് പറയുന്നത് സർക്കാരിനാണ്. അപ്പോൾ ഡിജിറ്റൽ സർവേ കഴിയുമ്പോഴേക്കും വരാൻ പോകുന്ന റിപ്പോർട്ട് ഓരോ പഞ്ചായത്തിലും ഇത്രയും ഭൂമി സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കുത്തകപ്പാട്ട ഭൂമികൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ആ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം പോലും ഇവിടെ സംജാതമാകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വണ്ണപ്പുറത്ത് അവിടെ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടു. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ. അതിനിടയിലാണ് 5 പ്രദേശങ്ങൾ പുതുതായി ഈ ഗവൺമെന്റ് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. 1, 2 അല്ല, 5 പ്രദേശങ്ങൾ ഈ ഗവൺമെന്റ് പുതുതായി റിസർവ് വനമായിട്ട് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇടുക്കിയെ സമ്പൂർണമായി വനവൽക്കരണം നടത്തുന്നതിനും ഇത് വനഭൂമിയാക്കുന്നതിനും ഇവിടുത്തെ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും വേണ്ടി വലിയൊരു ഗൂഢാലോചന നടക്കുന്നു. ആ ഗൂഢാലോചനയിൽ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും ഒക്കെ പങ്കാളികളായിരിക്കുന്നു എന്ന ആ ദുരന്തമാണ് ഇടുക്കി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന ധർണയും വിചാരണ സദസ്സും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ദൈവമാതാ പള്ളി ഭാഗത്തു നിന്ന് പ്രതിഷേധ പ്രകടനം ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന വിചാരണ സദസ്സ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, UDF ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും. നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, കൺവീനർ ബെന്നി തുണ്ടത്തിൽ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് 5 പുതുവലിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ അപകടത്തിൽ വീട്ടുടമയായ സ്ത്രീയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും ഒടിഞ്ഞു വീണ മരത്തിന്റെ ശിഖരങ്ങൾ പതിച്ചു വീടിന്റെ ചിമ്മിനിയും ശുചിമുറിയുടെ ഷീറ്റും തകർന്നു. കഴിഞ്ഞ 2-ാം തീയതി പുതുവലിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ അപകടമുണ്ടായിരുന്നു. പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയതോടെ പ്രദേശവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന മരം അജിത് ഭവനിൽ അനിതയുടെ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. മരം ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടയുടൻ വീട്ടമ്മയായ അനിത വീടിനകത്തുണ്ടായിരുന്ന കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്കോടിയതിനാൽ വലിയ അപകടം ഒഴിവായി. പലതവണ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും സ്ഥലം ഉടമ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അനിത പറഞ്ഞു. വല്ലാതെ ഒരു കാറ്റ് വന്നപ്പം ഈ മരം ചടചടാന്ന് ഒടിഞ്ഞൊന്ന് വീഴുന്ന ഭാഗമാണ്. ഞാനിത് കണ്ടപ്പം ഉടനെ വീട്ടിൻ്റെ അകത്ത് കയറി ഈ കുഞ്ഞിനെ എടുത്തിട്ട് വെളി ഓടി വന്ന് നിന്ന് പേടിച്ച് നിൽക്കുമായിരുന്നു. ഉടനെ തന്നെ അശ്വതിയെ വിളിച്ച്, അശ്വതി വീട്ടിൻ്റെ മേളിൽ മരം വീണ്, നീ നുമ്പറിനെ വിളിച്ച് ഒന്ന് പറ. അങ്ങനെ പറഞ്ഞപ്പം അശ്വതി നുമ്പറിനെ വിളിച്ച് പറഞ്ഞപ്പം ഗോവിയണ്ണനെ വിളിച്ച് നുമ്പർ പറഞ്ഞപ്പം ഗോവിയണ്ണൻ പറഞ്ഞ് എനിക്കിപ്പം മരണം കാര്യങ്ങളോ അത് കാരണം കൊണ്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു. മരം ഒടിഞ്ഞു വീണതോടെ ഇവരുടെ വീടിന്റെ ചിമ്മിനിയും ശുചിമുറിയുടെ ഷീറ്റുകളും തകർന്നു. മഴക്കാലമായാൽ മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുതി തടസ്സം പതിവാണെന്നും അനിത പറഞ്ഞു. എൻ്റെ ഭർത്താവ് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോ, ഞാനൊന്നും ചെയ്തു തരത്തില്ലെന്നാണ് പറയുന്നത്. നുമ്പർ പറഞ്ഞതും അത് കേൾക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്നെ എടുക്കാനാ? അവരുടെ വീട്ടിൽ വല്ലതും സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അവർക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് പണമില്ല. ഞങ്ങൾ അന്നന്ന് കൂലിപ്പണി ചെയ്ത് കഴിയുന്നവരാ. ഞങ്ങൾ വല്ലതും പറയാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞാൽ ഏക്കത്തുമില്ല. ഇത് 2ാമത്തെ വട്ടമായി ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവൻ പോയാൽ എന്നെ എടുക്കും. ഇതിനെ വരുന്നില്ല. ഇല്ല, മകനുണ്ടല്ലോ, മകനെങ്കിലും വന്ന് കാണാമല്ലോ. ഈ എണ്ണം വന്നില്ലെങ്കിൽ മകനും വന്നില്ല. തങ്ങളുടെ വീടിനുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുവാൻ സ്വകാര്യ വ്യക്തി തയ്യാറാകണമെന്നും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കട്ടപ്പന ഓസാനം സ്വിമ്മിംഗ് അക്കാദമിയിൽ അന്താരാഷ്ട്ര നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു.
അക്കാദമിയുടെ സ്വിമ്മിംഗ് പൂളിൽ നടന്ന മത്സരത്തിൽ സ്പെയിൻ, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെ 50-ലേറെ പേർ മത്സരിച്ചു. ജില്ലയ്ക്കുള്ളിൽ നിന്നുള്ള താരങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കിയിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മത്സരം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, മാതാപിതാക്കളെ, പണ്ടത്തെ കാലമല്ല ഇന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളിലും വിടണം. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പിള്ളേര് വെള്ളം കാണുമ്പോൾ എടുത്തു ചാടാറുണ്ട്. പക്ഷെ എടുത്തു ചാടാൻ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അറിയുള്ളൂ, തിരിച്ചു കയറാൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കുക. അതാണ് നമ്മുടെ കാരണവന്മാരുടെ ലക്ഷ്യം. 14 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ആദ്യ 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 രൂപ വീതവും 14 മുതൽ 22 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം 10000, 5000, 3000 എന്നിങ്ങനെയും 22 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം 10000, 5000, 3000 എന്നിങ്ങനെയും സമ്മാനങ്ങൾ ഒരുക്കിയിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു, ഹെഡ്മാസ്റ്റർ ഡേവിസ് ടി ജെ, നഗരസഭാ കൗൺസിലർ സോണിയ GB, യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പൊടിപാറ, കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ മത്സരം കാണുവാനായി എത്തിയിരുന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. ദിവ്യജ്യോതി പാരിഷാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം നടത്തേണ്ട വിവിധ പദ്ധതികളെ പറ്റിയുള്ള ഗ്രൂപ്പ് ചർച്ചകളും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയാണ് നമ്മുടെ എല്ലാ തവണയും നമ്മുടെ പദ്ധതികളുടെ രൂപീകരണം നടത്തി അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി നവംബറോടുകൂടി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് പദ്ധതികൾ രൂപീകരിക്കുകയും നല്ല രീതിയിൽ നടപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ടിൻ്റെ പ്രോജക്റ്റ് ജനുവരിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുന്നിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നേരത്തെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KP സുബീഷ്, ബെന്നി പാലക്കാട്, ബിജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പലത സോമൻ, CR രാജു, വിൻസു തോമസ്, MS സതി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ സ്ഥാപന മേധാവികൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മേരികുളം ഹൈസ്കൂളിലെ ആദ്യ SSLC ബാച്ച് വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി. സ്കൂളിലെ ആദ്യ ഹെഡ്മാസ്റ്റർ KM വർക്കി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1979-82 ആദ്യ SSLC ബാച്ച് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും ഒത്തുകൂടിയത്. 43 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സഹപാഠികൾ സന്തോഷം പങ്കുവച്ചു. സ്കൂളിലെ ആദ്യ ഹെഡ്മാസ്റ്റർ KM വർക്കി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ സന്ദേശം നൽകി. നിങ്ങളിലൂടെ തുടങ്ങി വച്ച ഒരു പഠന മികവിൻ്റെയും അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെയുള്ള ഒരു പ്രവർത്തനം ഈ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാനേറെ സന്തോഷമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ നിങ്ങളതിൻ്റെ പയനീയേഴ്സാണ്. ഏറ്റവും ഈ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠ സഹോദരന്മാർ ഒരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ കാരണവന്മാരും കാരണവത്തിമാരുമാണ്. ഒരു വർഷം നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിലാണ് സഹപാഠികളെയെല്ലാം ഒന്നിച്ചു കൂട്ടുവാൻ സാധിച്ചത്. അധ്യാപകർ ഉൾപ്പെടെ 150-ലധികം ആളുകൾ പരിപാടിയുടെ ഭാഗമായി. ഞങ്ങളുടെ ഒരു ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. 1979 മേരികുളം സെൻറ് മേരീസ് ഹൈസ്കൂൾ ഫസ്റ്റ് ബാച്ച് ആദ്യമായിട്ട് തുടങ്ങിയ സ്കൂളിൻ്റെ ഫസ്റ്റ് ബാച്ച് 1982 SLC പഠനം കഴിഞ്ഞ് പൂർത്തിയായവരുടെ റീയൂണിയൻ 42 വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ നടക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. 42 വർഷങ്ങൾക്ക് ശേഷം വിദേശങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്, കുടുംബമായിട്ട് താമസിക്കുന്നവരുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇപ്പം അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. ഒരു വർഷത്തെ നീണ്ട പ്രയത്നഫലമാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാൻ പല സ്ഥലങ്ങളിലുള്ളവരും എല്ലാവരെയും തമ്മിലൊരു കണക്ഷൻ്റെ ബേസിലാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത്.
സംഘാടക സമിതി അംഗങ്ങളായ സുധാകരൻ കെ, ജോൺ കിഴക്കേമുറി, ടോണി ജോസ്, ടോമിച്ചൻ കെ ജോസ്, മിഴ്സി ജോസഫ്, സാലിക്കുട്ടി കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. പ്രീ ഡിഗ്രി പഠനത്തിനു ശേഷം 40-ാം വർഷം സതീർത്ഥ്യ സംഗമം നടത്തി യുവഭാവനക്കാർ. ഹൈറേഞ്ചിന്റെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന രാജാക്കാട് യുവഭാവന പാരലൽ കോളേജിലെ 1982-84 ബാച്ച് പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളാണ് അവരുടെ 3ാമത് സതീർത്ഥ്യ സംഗമം കലാലയത്തിൽ നിന്നും പടിയിറങ്ങിയതിന്റെ 40-ാം വർഷത്തിൽ നടത്തിയത്. രാജാക്കാട് SNDP ബിൽഡിംഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോളേജിലെ പ്രീ ഡിഗ്രി ബാച്ചിൽ 3rd, 4th ഗ്രൂപ്പുകളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് 57 വയസ്സിന് ശേഷം 3ാം പ്രാവശ്യവും ഒത്തുചേർന്നത്. ഇത് നമ്മുടെ സ്വകാര്യ സ്വത്താണ്, അതുപോലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ഈ സൗഹൃദം എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മളത് കാത്തു സൂക്ഷിക്കാനായിട്ട്, അതുകൊണ്ടാണ് നമുക്ക് മണി ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു മീറ്റിംഗ് പോയിന്റാണ്. അപ്പൊ ആരവിടെ വന്നാലും ഓടി വന്ന് വരാൻ സാറിന് ആരെങ്കിലും വന്നെങ്കിൽ അന്നേരം തന്നെ അല്ലെങ്കിൽ അന്ന് രാത്രി ആരെങ്കിലും വിളിക്കും, ഇന്നയാൾ വന്നിരുന്നു, അത്യാവശ്യം വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരാളുടെ അടുത്തേക്കും നമുക്ക് ഒരു കച്ചവടം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ വരാനും കൂടാനൊക്കെ പറ്റിയത്. മുൻവർഷം ഡിസംബറിൽ തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെയും കൂട്ടി കുടുംബ സംഗമമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷം കൂടെ പഠിച്ചവർ മാത്രമായിട്ടാണ് സതീർത്ഥ്യ സംഗമം നടത്തിയത്. വൈദ്യശാസ്ത്ര രംഗത്തും കാർഷിക മേഖലയിലും ക്ഷീരമേഖലയിലും വ്യവസായ മേഖലയിലും കഴിവ് തെളിയിച്ച അമൃത സന്തോഷ്, MK അശോകൻ, വിജയകുമാരി, ബേബി കിഴക്കേൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സതീർത്ഥ്യ കൂട്ടായ്മ കോർഡിനേറ്റർ ഫാദർ ജെയിംസ് തിരുവത്ത, പ്രസിഡന്റ് ബേബി മാത്യു, സെക്രട്ടറി CD സുരേഷ്, ട്രഷറർ KR വിജയൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. 3.5 പതിറ്റാണ്ട് മുൻപ് ഹൈറേഞ്ചിൽ നിന്ന് US-ലെ ലോസ് ആഞ്ചലസിലേക്ക് കുടിയേറിയ വണ്ടൻമേട് സ്വദേശി ജെയ്സ് വർഗീസ് ഇത്തവണ നാട്ടിലേക്ക് പറന്നിറങ്ങി. വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ കൊച്ചിയിൽ നിന്ന് തൊടുപുഴയിലേക്കും പിന്നീട് വണ്ടൻമേട്ടിലേക്കുമാണ് ജെയ്സ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്. ബന്ധുക്കൾക്കൊപ്പം അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന മാതാവ് മോളിക്കൊപ്പമാണ് ജെയ്സ് അമേരിക്കയിലേക്ക് പോയത്. നാട്ടിലെ എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചെങ്കിലും US-ലെത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാനേജ്മെന്റിൽ ഡിഗ്രി എടുത്തു. തുടർന്ന് സജീവമായി ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു. പിതാവ് ജോർജ് വർഗീസിനെയും പിന്നീട് US-ലേക്ക് കൊണ്ടുപോയി. ഈ കാലങ്ങളിലൊക്കെയും ജന്മനാടും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയായുള്ള ബന്ധം തുടർന്നിരുന്നു. ഇതിനിടെ 26 വർഷം മുമ്പ് തൊടുപുഴയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും ചെയ്തു. കേരളത്തിലെത്തുന്ന അവസരങ്ങളിൽ അപൂർവമായി വണ്ടൻമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ജെയ്സ് എത്തിയിരുന്നു. എന്നാൽ ഇത്തവണ എത്തിയപ്പോൾ ഇടുക്കി മൊത്തമായി ഒന്ന് ചുറ്റിയടിക്കാൻ തീരുമാനിച്ചു. കൂടെ ഇടുക്കിയിലെ വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ചൊരു പ്രാഥമിക പഠനവും. ഇടുക്കിയിലെ എല്ലായിടത്തും റോഡ് മാർഗം എത്തുകയെന്നത് നീണ്ട യാത്രയും ഏറെ സമയവും വേണ്ടിവരുമെന്നതിനാൽ യാത്ര ഹെലികോപ്റ്ററിലാക്കി. കഴിഞ്ഞ ദിവസം രാവിലെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ഹെലികോപ്റ്ററിൽ ജെയ്സ് പറന്നുയർന്നു. വണ്ടൻമേട് MES ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ലാൻഡിങ്ങിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ഇവിടെ നിന്നും കാർ മാർഗം കുഴുത്തുള്ളു സ്കൂളിലും വണ്ടൻമേട് സ്കൂളിലും ജന്മനാട്ടിലുമൊക്കെ ജെയ്സ് സന്ദർശനം നടത്തി. ഒരു താല്പര്യം നമ്മൾ ജനിച്ചു വളർന്ന നാട് കാരണം കേരളത്തിൽ കാണാമെന്നുള്ള താല്പര്യത്തോടു കൂടി ടൂറിസമൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അതെല്ലാം ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് സ്വന്തം ജനിച്ചു വളർന്ന നാട് ഒന്ന് കാണുക എയറിൽ കൂടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തത്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത തൊടുപുഴയിലും വണ്ടൻമേട്ടിലും നിരവധി ആളുകൾ ഹെലികോപ്റ്റർ അടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും എത്തിയിരുന്നു. ഇപ്പോൾ സൗത്ത് അമേരിക്കയിലും കൊളംബിയയിലും ഉൾപ്പെടെ ജെയ്സ് ബിസിനസ് നടത്തുന്നുണ്ട്. ഇക്കാലയളവിനിടെ അന്റാർട്ടിക്ക ഒഴികെ നിരവധി രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. ഇടുക്കിയിലെ വിനോദസഞ്ചാര രംഗത്ത് നിക്ഷേപമിറക്കാനുള്ള നീക്കത്തിലാണ് ജെയ്സ് വർഗീസ്. 2 മണിക്കൂറിലധികം നീണ്ട ഹെലികോപ്റ്റർ യാത്രയിൽ തൊടുപുഴ, ഇടുക്കി ഡാം, കട്ടപ്പന, വാഗമൺ, കുമളി, തമിഴ്നാട് അതിർത്തി ഉൾപ്പെടെയുള്ളവയുടെ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറക്കാനും കാഴ്ചകൾ പകർത്താനുമായി. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സഞ്ജയ് ഗൌഡ ഗ്രൂപ്പിന്റെ ഹെലികോപ്റ്ററാണ് ഇതിനായി ഉപയോഗിച്ചത്. ഭോപ്പാലിൽ ജനിച്ചു വളർന്ന വീണ വർഗീസാണ് ഭാര്യ.
ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ ജോഷ്വയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജോനാഥനുമാണ് മക്കൾ. ഈ മാസം 15-ന് US-ലേക്ക് മടങ്ങുമെങ്കിലും ഓണത്തിന് വീണ്ടും വരുമെന്ന് ജെയ്സ് വർഗീസ് പറഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കോടതിക്കും അഭിഭാഷകർക്കും പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ദേവികുളം ബാർ അസോസിയേഷൻ. അഭിഭാഷക സംഘടന രംഗത്തെത്തിയത് മറയൂർ DFO PJ സുഹൈബ്, റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെ. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി മറയൂർ നാച്ചുവേൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് വീണ് പരിക്കേറ്റു. പരിക്കേറ്റത് പൂപ്പാറയിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന തമിഴ്നാട് സ്വദേശി അന്തോണി കാട്ടാനയെ കണ്ട് ഭയന്നോടിയത് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ കോരംപാറയിൽ വെച്ച. ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തലവൻ IG K സേതുരാമൻ ചൊക്രമുടിയിൽ സന്ദർശനം നടത്തി. കയ്യേറ്റ ഭൂമിയിലെത്തിയ അദ്ദേഹം ഗോത്ര നേതാക്കളുമായി സംസാരിച്ചു. റവന്യൂ വകുപ്പിന്റെ വിചാരണ പൂർത്തിയായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് IG. കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. പാർക്കിന്റെ നിർമ്മാണം നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ദേശീയപാതയോരത്ത് കൂമ്പൻപാറയിൽ. പദ്ധതി നടപ്പിലാക്കുക പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.